മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വിശന്നു വലഞ്ഞ ഒരാൾ രാത്രിയിൽ വരികയാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, നബിയെ ഭക്ഷണം കിട്ടിയിട്ടൊന്ന് 2 ദിവസമായി, വലിയ വിഷമാണ്, എന്തെങ്കിലും കിട്ടാതെ നിർവാഹമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഭാവം, നമ്മളെല്ലാം ശീലിക്കേണ്ട സ്വഭാവം, ഒരാളൊരു ആവശ്യവുമായി വന്നാൽ പെട്ടെന്ന് നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. മുത്തുനബിന്റെ ശീലം അങ്ങനെയാണ്. സ്വന്തത്തിലുണ്ടെങ്കിൽ വേഗം എടുത്തു കൊടുക്കലാണ് പതിവ്. ഭക്ഷണല്ലേ വേണ്ടത്. ഒരു സ്വഹാബിയെ വിളിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടുകളിലേക്ക് അവരെ പറഞ്ഞേക്കുന്നു. മോനെ, നിങ്ങളെ എന്റെ വീട്ടിൽ പോയി ഇയാൾക്ക് കൊടുക്കാൻ ഭക്ഷണം ഉണ്ടോ എന്ന് അന്വേഷിക്കുമോ? അവര് വീട്ടിൽ, മുത്തുനബിന്റെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഭാര്യമാർ വളരെ സങ്കടത്തോടെ മറുപടി പറയുന്നു, മാ മഅനാ ഇല്ലൽ മാ. മദീന ഭരിക്കുന്ന ചക്രവർത്തിയുടെ വീട്ടിൽ, മദീനയുടെ രാജാവിന്റെ വീട്ടിൽ പച്ചവെള്ളമല്ലാത്തതൊന്നുമില്ല, കൊടുക്കാൻ ഒരു കാരക്ക പോലുമില്ല, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. സ്വഹാബികൾ വന്നിട്ട് മറുപടി പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിനോട് ചോദിക്കുകയാണ്, ഇന്നത്തെ രാത്രിയിൽ ആരാണ് ഇയാളെ അതിഥിയാക്കുക? ആരാണ് ഇയാളെ ഒന്ന് സൽക്കരിക്കുക? മുത്തഹായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന്റെ നൂറുള്ള നാവിൽ നിന്നുള്ള ചോദ്യമാണ്, ആരാണ് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുക? സ്വഹാബികൾ പ്രഗത്ഭരായവര് പലരുമുണ്ട്. ആവേശത്തുള്ളിച്ചയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ സദസ്സിന്റെ അവസാന ഭാഗം പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് ഒരു സ്വഹാബി കൈ ഉയർത്തിയിട്ട് പറയുന്നു, അന യാ റസൂലല്ലാഹ്, മുത്തുനബിയെ ഞാൻ കൊടുത്തോളാം നബിയേ, അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ ഈ പ്രിയപ്പെട്ട സ്വഹാബിയുടെ കൂടെ പോകൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടും. പള്ളിയിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു വീടുകളിലേക്ക് പോയി. ഈ സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞേച്ച മഹാനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് പറയാണ്, പെണ്ണേ, അക്രിമീ വൈഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞേച്ച ആദരവുള്ള അതിഥിയാണ്, നീ ബഹുമാനിക്കൂ, നമുക്കവരെ സൽക്കരിക്കണം. സുബ്ഹാനല്ലാഹ്, അടുക്കളയിലെ കാര്യം പെണ്ണുങ്ങൾക്കല്ലേ വേഗം ബോധ്യപ്പെടുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സ് ആവേശത്തോടെ കൊണ്ടുവന്നതാണ്. അടുക്കളയിലെ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. ഭാര്യ പറയാണ്, മാ ഇൻദനാ ഇല്ലാ ഖൂതു സിബിയാനിനാ, ഭർത്താവേ, കാര്യം ഒരൽപ്പം പരിങ്ങലിലാണല്ലോ, നമുക്ക് തന്നെ ഭക്ഷണമില്ല. നമ്മുടെ മക്കളില്ലേ, നമ്മുടെ ചെറിയ മക്കൾക്കുള്ള ഭക്ഷണമില്ലാതെ വീട്ടില് വേറെ ഭക്ഷണമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, സ്വഹാബിന്റെ കൽബ് കത്തിപ്പോയി. ഇയാളെ തിരിച്ചയക്കാൻ പറ്റുമോ? തങ്ങളെ വിളിച്ചിട്ട് ഇനി വിവരം പറയാൻ പറ്റുമോ? ആളുകളോട് ഇത് പറയാൻ പറ്റുമോ? ആകെ സങ്കടത്തിലായല്ലോ. ഭാര്യയോട് പറയുന്ന, പെണ്ണേ, അസ്ബഹി സിറാജകി വനവ്വിമി സുബിയാനകി വഹയ്യി ത്വആമകി, നീ സ്വലാത്ത് ചൊല്ലി താരാട്ടുപാടി മക്കളെ ഉറക്കൂ, വിളക്ക് കിടത്തൂ. മക്കളെ താരാട്ടുപാടി ഉറക്കൂ, അതിനുശേഷം ഭക്ഷണം ഒരുക്കൂ. ഉറങ്ങാത്ത മക്കളുടെ മുമ്പിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയാൽ അവര് കരയൂലേ? അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവരെ ആദ്യം തന്നെ ഉറക്കൂ, എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കൂ, അതിഥിക്ക് കൊടുക്കാം, നമുക്ക് പട്ടിണി കിടക്കാം. فأصبحت سراجها ونظمت صبيانها وهيأت طعامها.
വിളക്കണച്ചു. മക്കളെയും കൂട്ടി ഉമ്മമല്ലേ പായ വിരിച്ചിട്ട് അവിടെ കിടന്നു. മക്കളെ സ്വലാത്തു ചൊല്ലി പാട്ടുപാടി മക്കളെ അങ്ങ് ഉറക്കിയിട്ട് ഉറപ്പായപ്പോൾ മക്കൾ ഉറങ്ങിയെന്ന് ബോധ്യം വന്നപ്പോൾ മക്കളെ ഭക്ഷണം മെല്ലെ പൊടിയൊക്കെ റെഡിയാക്കിയിട്ട് മക്കൾക്കുള്ള ഭക്ഷണം എടുത്ത് പാചകം ചെയ്യുകയാണ്. നോക്കുമ്പോ ആകെ ഒരാൾക്ക് കഷ്ടി കഴിക്കാൻ പറ്റുന്നതുണ്ട്, മക്കളെ ഭക്ഷണമാണ്. എല്ലാം കൂടിയ ഒരാൾക്ക് കഷ്ടി കഴിക്കാം. പക്ഷേ ഭർത്താവും കൂടെ വന്ന അതിഥിയുമുണ്ടല്ലോ, രണ്ടുപേരും കഴിച്ച രണ്ടാക്കും തികയില്ല. ഉടനെ ഭക്ഷണമൊരുക്കിയ ഭാര്യ ഭർത്താവാകുന്ന സ്വഹാബിയോട് പറയുന്ന, ലോകത്ത് തുല്യതയില്ലാത്ത ചരിത്രം, സുബ്ഹാനല്ലാഹ്, എന്തൊരു ഈമാൻ, എന്തൊരു പവർ. ഭാര്യ പറയുന്ന സ്വഹാബിയത്താണ് റളിയല്ലാഹു അൻഹാ. മഹദി പറയുന്നു, ഭർത്താവേ, നിങ്ങൾക്ക് ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ വിളക്ക് ശരിയാക്കണത് പോലെ ഞാൻ ശരിയാക്കിയിട്ട് വിളക്കങ്ങ് കിടത്തിക്കളയാം. എണ്ണ വിളക്കല്ലേ, അത് കിടത്തിക്കളയാം. നിങ്ങൾ ഭക്ഷണം കഴിക്കണത് പോലെ മുമ്പിൽ ഇരുന്നാൽ മതി, നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞേച്ച ബഹുമാനമുള്ള അതിഥി അവര് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകട്ടെ, നമുക്ക് പട്ടിണി കിടക്കാം. ഭക്ഷണം കൊണ്ടുവച്ചു. കൈ കഴുകിയിട്ട് വീട്ടുകാരനും അതിഥിയും ഭക്ഷണ പ്ലേറ്റിന്റെ മുമ്പിലിരുന്നു. പെട്ടെന്ന് ഭാര്യ വിളക്ക് ശരിയാക്കണത് പോലെ കളിച്ചു, വിളക്കങ്ങ് കിടത്തിക്കളഞ്ഞു. കൂരിരുട്ട്. അല്ലാ, അതിഥി ഇങ്ങനെ നോക്കുമ്പോ വീട്ടുകാരനും ഭക്ഷണ പ്ലേറ്റിൽ കൈയിടുന്നുണ്ട്, കൈമുട്ടുന്നത് അറിയുന്നുണ്ട്. രണ്ടുപേരും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭാര്യ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ പ്ലേറ്റ് കാലിയാണ്. മുഴുവൻ ഭക്ഷണവും അതിഥി കഴിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സുബ്ഹാന ജല്ല ജലാലു. ഈ വീട്ടുകാരന്റെ അവസ്ഥ നിങ്ങൾ ഈമാനിന്റെ കടുപ്പം ഒന്ന് ആലോചിക്കൂ. ലൈറ്റ് കിടത്തിയപ്പോൾ നല്ല വിശപ്പ് പള്ളയിലുണ്ട്, ഒരൽപ്പം എടുത്ത് കഴിച്ചാൽ ഭാര്യക്കറിയില്ല. ഈ അതിഥിക്ക് അതിൽ സംശയിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ അല്ലാഹു ജല്ല ജലാലു ഭാര്യയോട് പറഞ്ഞ വാഗ്ദാനമാണത് ലംഘിക്കാൻ പാടില്ല. അതിഥി ആദരിക്കൽ കടുത്ത സുന്നത്താണ്. മുത്തുനബി പറഞ്ഞേച്ച മഹാനാണ്. ഭക്ഷണപാത്രത്തിൽ കൈയിട്ട് ഭക്ഷണം കയ്യിലേക്ക് മുട്ടുമ്പോഴും ഒരൽപ്പം പോലും കയ്യിൽ പുരളാതെ കാത്തു സൂക്ഷിച്ച സ്വഹാബി വെളിച്ചമങ്ങ് വന്നു. വീട്ടിൽ വിളക്ക് റെഡിയാക്കി. അതിഥി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് തിരിച്ചുപോയി. രണ്ടുപേരും പട്ടിണി കിടന്നു. മക്കളെ നേരത്തെ പട്ടിണി കിടത്തിയതാണ്. സുബഹിക്കുമ്പെഴുന്നേറ്റു, തഹജ്ജുദൊക്കെ നിസ്കരിച്ചു, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് സ്വഹാബി മെല്ലെ സുബഹി നിസ്കരിക്കാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാതിൽക്കൽ നിന്ന് ഈ സ്വഹാബിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, ലല്ലഹിക്കല്ലാഹുൽ ലൈലത മിൻ ഫഅലികുമാ. കൂട്ടുകാരാ, നിങ്ങൾ രണ്ടുപേരും ഇന്നലെ ചെയ്ത സ്വതക്കയില്ലയോ? നിങ്ങൾ രണ്ടുപേരും ഇന്നലെ ചെയ്ത ആ വലിയ സാന്ത്വന പ്രവർത്തനമില്ലയോ? നിങ്ങൾ രണ്ടുപേരും ഇന്നലെ ചെയ്ത പ്രവർത്തനമില്ലയോ? റബ്ബ് പുഞ്ചിരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് വലിയ സന്തോഷമായി. കബൂലിയത്തിന്റെ അടയാളമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഓതിക്കൊടുക്കുന്നത്, നബിയേ, സ്വന്തത്തിൽ ആവശ്യമുള്ളതോടുകൂടി തന്നെ സ്വന്തത്തിൽ ആവശ്യമുണ്ട്, പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ വിഷമം പരിഗണിച്ചിട്ട് അവർക്ക് സ്വതക്ക ചെയ്യുന്നവരുണ്ടല്ലോ. വമൻ യുഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സ്വന്തം ശരീരത്തിന്റെ ആവശ്യത്തെക്കാൾ അവരന്റെ ആവശ്യങ്ങളെ പരിഗണിച്ചവർ അവര് വിജയികളാണ് നബിയേ. പരിശുദ്ധായത്തിറങ്ങിയത് ഈ സ്വഹാബിയുടെ ഏറ്റവും ഉന്നതമായ സ്വതക്കയെ സാക്ഷാത്കരിച്ചിട്ടാണ്.